ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിനെ കുറിച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷിന്റെ വിവാഹ നിശ്ചയം മുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പം വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആവുകയാണ്. കാരണം ഭാസ്കരനാണെങ്കിലും ആദ്യം തൊട്ട് തുടക്കം തൊട്ട് സുഭാഷിനോട് പറഞ്ഞതാണ്, എടാ ഈ ഒരു ബന്ധം നമുക്ക് ആവശ്യമില്ല. ഒന്നാമത് കാട്ടിലും വയസ്സിന് മൂത്തത്, പിന്നെ ഒരു രണ്ടാം കെട്ടുകാരി, ഇതിന്റെ ആവശ്യമുണ്ടോ? ലോകത്ത് പെണ്ണില്ലാത്തതാണോ സുഭാഷ്? നിനക്ക് പെണ്ണിനെ കിട്ടും, നീ ധൃതി കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ പോലും നമ്മുടെ സുഭാഷിനെ ഉപദേശിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ. കാരണം എല്ലാം ഹരീഷിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സുഭാഷ് ആരെങ്കിലും മതി, ഇനി എന്റെ കല്യാണം എന്നുള്ള ഒരു ചടങ്ങ് കഴിയുക, അത് മാത്രമാണ് സുഭാഷ് മുന്നിൽ കണ്ടത് കേട്ടോ. അങ്ങനെ നീതുവിന്റെ വാക്ക് കേട്ട് സുഭാഷ് ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പൊ ഇത് ഹരീഷ് അറിഞ്ഞു, സുഭാഷിന്റെ വായിൽ നിന്ന് അറിയാണ്. അങ്ങനെ നീതുവിന്റെ വീട്ടിൽ ചെന്നിട്ട് നീതുവിനെ സന്ധ്യാസമയത്ത് പുറത്തിറങ്ങി വരാൻ പറയാണ്. അങ്ങനെ നീതു ചെന്നു, വലിയ ആളായിട്ട് ചെന്നതാ. പക്ഷെ നമ്മുടെ ഹരീഷ് നല്ല ഡോസ് കൊടുക്കണത്. ഞാൻ ഇപ്പൊ പറയണ്, എന്റെ സുഭാഷ് ഏട്ടന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി സുഭാഷ് ഏട്ടന്റെ ജീവിതം നല്ല രീതിയിൽ ആയ ശേഷമേ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ആരെയെന്ന് വെച്ചാൽ കിട്ടിക്കോ. മേലിൽ എന്റെ സുഭാഷ് ഏട്ടന്റെ കാര്യം പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ അടുത്ത് എന്തെങ്കിലും നീ പറഞ്ഞതായിട്ട് അറിഞ്ഞ അന്ന് നീതു ഞാൻ പറയണ്. അപ്പൊ നീതു പറയുന്നുണ്ട്, ഹരീഷെ അവരൊക്കെ നോക്കുന്നുണ്ട്. ആര് നോക്കിയാലും എനിക്കെന്താ, ഞാൻ എന്റെ കാര്യം തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ കുടുംബം വലുത്. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ ആരുമല്ലേ? നീ ആരാണോ അല്ല അതല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് ശരിയാ. പക്ഷെ എന്ന് കരുതി എന്റെ സുഭാഷ് ഏട്ടന്റെ എന്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതം കളഞ്ഞ് നിന്നെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ഹരീഷ് സംസാരിക്കേണ്ടത്. നീതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമവും സങ്കടവും ഒക്കെ ആവുകയാണ്. കാരണം അപ്പൊ അഖിലും നമ്മുടെ നീതുവിന്റെ അമ്മയൊക്കെ ഇത് കേട്ട് അവർക്ക് വേണോടാ, അവർക്ക് അങ്ങോട്ട് കിട്ടട്ടെ, എവനെയല്ലേ എവളെ കെട്ടി വലിയ തലയെ കയറ്റിക്കൊണ്ട് നടക്കണത്. അഖിൽ പറഞ്ഞു, അമ്മ നോക്കിക്കോ, ഈ കണക്കിന് പോവണമെങ്കിൽ രണ്ടും കൂടെ വഴക്കുണ്ടാക്കി തന്നെ എവള് നമ്മളടുത്ത് വന്ന് പറയും, എവനെ വേണ്ട എന്നുള്ളത് പറയും. നീതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ഹരീഷ് 2 ഡോസ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്ന സീനാട്ടോ. നീതു ഓടി വന്ന് അകത്ത് കയറി റൂമിൽ കയറി കതവങ്ങടച്ചു. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു, എടി എവനെ ആണോടി നീ തലയെ കയറ്റി വലിയ ആളായിട്ട് എന്നെ പ്രേമിക്കണവനാന്നും പറഞ്ഞ് കൊണ്ടു നടക്കണ, നിനക്ക് ഇത് തന്നെ വേണോടി, ഞങ്ങളുടെ വാക്കിനൊന്നും നിനക്കൊരു വിലയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അഖിലിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് മാത്രമല്ല, ഇവരെപ്പോ ഫോൺ ചെയ്തിരുന്ന കൂടിയും അടിയും ബഹളവും തന്നെ. അപ്പൊ അഖിലിന് ഉറപ്പാണ്, ഇവള് അധിക നാളെ ഇവളെ സ്വഭാവം വെച്ചിട്ട് കൊണ്ട് നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ നീതുവിന്റെ ക്യാരക്ടർ ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. സ്വന്തം കാര്യം മാത്രം, അത്രേ ഉള്ളൂ. വീട്ടുകാരെ ആണെങ്കിലും ഇപ്പൊ ഒരാളെ സ്നേഹിക്കണു, അത് ശരിയാണ്. പക്ഷെ എങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പിനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് അത്ര എനിക്കത്ര ഒരു ഇതായിട്ട് തോന്നിയ ഒരു ഇതൊന്നുമല്ല. വേറൊരു വിവാഹം കഴിക്കാണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടമാണെന്ന് പറയാം. പക്ഷെ നീതു അങ്ങനെയല്ല. നീതു ഭയങ്കര ഒരു ബോൾഡായിട്ട് അവരുടെ അടുത്ത് തർക്കിച്ചും ഒക്കെയുള്ള ഒരു രീതിയാണ്. ആ ഒരു ക്യാരക്ടർ ഹരീഷിന് ചേർന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരീഷ് തിരിച്ച് വീട്ടിലോട്ട് പോരണം കേട്ടോ. ഇതേ സമയം നമ്മുടെ നികേഷും നിധിയും അതുപോലെ സുധീഷൊക്കെ സുഭാഷ് പോയിട്ട് ഇത്രയും നേരായി, സുഭാഷ് എന്നെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ നികേഷ് പറയുന്നുണ്ട്. അപ്പൊ നിധിക്കും ടെൻഷനാണ്. കാരണം ഈ വിവാഹ നിശ്ചയം നടക്കാത്തതിന്റെ നല്ലൊരു വിഷമം സുഭാഷ് ഏട്ടനുണ്ട് എന്നുള്ളത് നിധിക്കറിയാം. അപ്പൊ നിധി സുധീഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇനി ആരും ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാനായിട്ട് നിൽക്കണ്ട. അപ്പൊ ഇതൊക്കെ ഭാസ്കറിന് ഉമ്മറത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം സുഭാഷ് ഏട്ടന്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. ഈ ഒരു ചാപ്റ്റർ ആരും ഇനി എടുത്തിടണ്ട, അത് കഴിഞ്ഞു എന്നിങ്ങനെ നിധി പറയുന്നു. അപ്പൊ സുധീഷ് പറഞ്ഞു, ഇതെല്ലാം വരുത്തി വെച്ചത് സുഭാഷ് ഏട്ടൻ തന്നെയല്ലേ, ഇത് മതി. ഞങ്ങൾ ആ തുടക്കം തൊട്ട് നമ്മളെല്ലാവരും മാറി മാറി അച്ഛൻ ഉൾപ്പെടെ പറഞ്ഞല്ലേ സുഭാഷ് ഏട്ടനോട് ഈ ബന്ധം വേണ്ടെന്ന്. അപ്പൊ നിധി പറഞ്ഞു, സുധീഷേ അത് കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് പറയണ്ട. അപ്പോഴേക്കും നമ്മുടെ ഹരീഷും വന്നു കേട്ടോ. അപ്പൊ ഹരീഷ്, സുഭാഷ് ഏട്ടൻ ഇതുവരെ എത്തിയില്ല ഏട്ടത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിധി പറഞ്ഞു, ഇല്ല ഹരീഷ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയണ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിധി എല്ലായിടത്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇനി സുഭാഷ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ആരും എടുത്ത് ഇങ്ങോട്ട് ഇടണ്ട എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഹരീഷും എല്ലാരും വന്നിങ്ങനെ ഇരിക്കണം. അപ്പം സുഭാഷ് ഏട്ടൻ എന്തോ ഭയങ്കര വിഷമമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കാനുണ്ട്. അപ്പൊ നിധി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഭാസ്കരനും കേൾക്കുന്നുണ്ട്, നിധി പറയുന്നതിലും കാര്യമുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ചാപ്റ്റർ ആരും എടുത്തിടണ്ട എന്ന രീതിയിൽ.
അപ്പൊ ഈ സമയം നമ്മുടെ സുഭാഷ് ആണെങ്കിൽ നമ്മുടെ അവിനാശിന്റെ വീട്ടിലാണ്. അങ്ങനെ അവിനാശ് ചായയൊക്കെ കുടിച്ച് അവർ പുറത്തു പോയിട്ട് നേരെ അവിനാശിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചാന്ദിനിയുടെ അടുത്ത് അവിനാശ് പറയും, ചാന്ദിനി രണ്ട് ചായ എടുക്കെന്ന് പറയും. അങ്ങനെ ചാന്ദിനി പോയി രണ്ട് ചായ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ സുഭാഷിനും അവിനാശിനും കൊടുക്കുകയാണ്. സുഭാഷ് ചാന്ദിനിയുടെ മുഖത്ത് നോക്കുകയാണ്. അങ്ങനെ അവിനാശ് നമ്മുടെ സുഭാഷിന്റെ വിവാഹ നിശ്ചയം മുടങ്ങിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുടങ്ങി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചാന്ദിനിക്കും അവിനാശിനും വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവിനാശ് ചോദിച്ചു, അല്ല സുഭാഷ് ഭായിക്ക് ഈ വിവാഹ നിശ്ചയം നടക്കാത്തതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, എന്ത് വിഷമം, എനിക്ക് അങ്ങനെ പ്രയാസമൊന്നുമില്ല. പിന്നെ ഇത് എല്ലാരെയും ഇതില് തുടക്കം മുതലെല്ലാം ഞാൻ തന്നെ ഏറ്റ് അവസാനം വരെ കൊണ്ടെത്തിച്ചിട്ട് പിന്നെ നടക്കാണ്ട് വന്നപ്പോ അവർക്കൊക്കെ വിഷമമായി, അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. എടാ അവിനാശെ, ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. ഞാൻ ആലോചിച്ചപ്പോ ഹരീഷിന്റെ കല്യാണം നടക്കുമല്ലോ, ആ നീതു ആണെങ്കിൽ ആ കുട്ടി വീട്ടുകാരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ ഏതെങ്കിലും ഒരെണ്ണം മതി എന്ന രീതിയിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് സുഭാഷ് പറയണം. അപ്പോഴേക്കും അവിനാശ് പറഞ്ഞു, അതിനെന്നാ സുഭാഷ് ഭായിക്ക് വേറെ നല്ല പെൺകുട്ടികളൊന്നും കിട്ടില്ലേ, പിന്നെ ഈ ഒരു ബന്ധം തന്നെ വേണമെന്ന് എത്ര നിർബന്ധം എന്നാ. എടാ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ അവിനാശ് പറഞ്ഞു, അതെ, ഇതിനു മുന്നേ ആയിട്ട് ഞാൻ ഭായിയുടെ അടുത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയേണ്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്റെ ചാന്ദിനിക്ക് നല്ലൊരു വിവാഹാലോചന നടക്കണം എന്ന് കരുതി തന്നെയാണ് ഈ നാട്ടിൽ ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് സുഭാഷ് ഭായിനെ പോലെയുള്ള ഒരു പയ്യനെ എന്റെ പെങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ആഗ്രഹം. അത് ഇതിനു മുന്നേ ഞാൻ ചോദിച്ചു, എന്റെ പെങ്ങളെ കെട്ടിക്കൂടെന്ന്. അന്ന് സുഭാഷ് ഭായി എന്നോട് പറഞ്ഞ് ചിരിച്ചങ്ങ് കളഞ്ഞു, അല്ലാണ്ട് അതിനൊരു മറുപടി തന്നിട്ടില്ല. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, നീ എന്തൊക്കെയാടാ ഈ പറയണേ? അതെ, ഞാൻ ആലോചിച്ചിട്ട് തന്നെയാ പറയണത്. അപ്പൊ ചാന്ദിനി അന്താളിച്ച് ഇങ്ങനെ അവിനാശിനെ നോക്കിയാണ്. അവിനാശ് പറഞ്ഞു, സുഭാഷ് ഭായിക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കൂടെ? സുഭാഷ് ഭായിയെ പൊന്നു പോലെ നോക്കും, നിങ്ങളുടെ കുടുംബം ഒക്കെ നോക്കിക്കോളൂ അവള്. എന്റെ പെങ്ങളായതുകൊണ്ട് പറയണല്ല, അവളുടെ സ്വഭാവം അങ്ങനെയാണ്, എനിക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് ഭൂസ്വത്തുക്കളോ വീടോ അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, നീ എന്തൊക്കെയാടോ സ്വത്തോ, നീ എന്താ ഈ പറയണേ? സുഭാഷിന് വല്ലാത്തൊരു നാണമായിപ്പോയി. ചാന്ദിനിക്ക് അതിനേക്കാൾ ഏറെ നാണമായിപ്പോയി. കാരണം പെട്ടെന്ന് ചാന്ദിനിയുടെ വിവാഹം, അത് സുഭാഷ് ഭായി ആയിട്ട് പെട്ടെന്ന് ഒരു നാണമൊക്കെ വരെയാണ് ചാന്ദിനിക്ക്. സുഭാഷ് അപ്പോഴേക്കും ചാന്ദിനിയുടെ മുഖത്ത് നോക്കിയാണ്. ചാന്ദിനിക്ക് എന്തോ ഒരു ചിരിയും ഒരു നാണവും ഒക്കെ വരെയാണ്. അപ്പൊ സുഭാഷിനും അതുപോലെ തന്നെ ചാന്ദിനിയുടെ മുഖത്ത് നോക്കാനായിട്ട് വല്ലാത്തൊരു നാണം പോലെയൊക്കെ വന്നു കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് എന്താ പറയണേന്നറിയില്ല. അപ്പൊ അവിനാശ് പറഞ്ഞു, ഭായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ മറുപടി പറയാനല്ല ഞാൻ പറഞ്ഞത്, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഇനിയിപ്പോ നോ എന്നാണെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭായി അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്റെ പെങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കും എന്നുള്ളതും കൂടെ അവിനാശ് പറയണേട്ടോ. അപ്പൊ സുഭാഷ് പറഞ്ഞു, ഞാൻ പോവാ അവിനാശെ, നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചാന്ദിനി നിക്കല്ലേ, ചാന്ദിനിയുടെ കൂടെ ഇന്ന് വരെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടുമില്ല. പെട്ടെന്നൊരു വിവാഹം പറയുമ്പോ ആർക്കായാലും ഒരു സ്വാഭാവികമായിട്ട് ഒരു ഇത് വരില്ലേ. അങ്ങനെ സുഭാഷ് ചാന്ദിനിയുടെ തല കാണിച്ചിട്ട് പോടെ. ചാന്ദിനി അപ്പോഴേക്കും ഓടിപ്പോയി ആ ഡോറിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് സുഭാഷിനെ ഇങ്ങനെ നാണത്തോടെ നോക്കണം കേട്ടോ, തല കുനിച്ച്. അത് വീണ്ടും സുഭാഷ് ശ്രദ്ധിക്കണം. അപ്പൊ സുഭാഷ് മനസ്സിലാലോചിക്കുകയാണ്, അല്ല ഇവൾക്ക് എന്നെ ഇഷ്ടമായോ, അവക്ക് ഒരു ചിരിയൊക്കെയാണല്ലോ, അവക്ക് എന്നെ ഇഷ്ടമായിരുന്നോ എന്നൊക്കെയുള്ള ഒരു ചിന്ത സുഭാഷിന്റെ ഉള്ളിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ സുഭാഷിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറത്തെടുത്ത് ചിന്തിക്കാൻ പോലും സുഭാഷ് കൂട്ടാക്കിയില്ല. കാരണം അതൊക്കെ തെറ്റായി പോകുമോ എന്നുള്ള രീതിയിൽ. അങ്ങനെ സുഭാഷ് ചാന്ദിനിയെ വീണ്ടും നോക്കുകയാണ്. ചാന്ദിനി സുഭാഷിനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ അവിനാശ് കാണുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണതൊക്കെ. അവിനാശ് ചിരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു കേട്ടോ. അങ്ങനെ സുഭാഷ് യാത്ര പറഞ്ഞു പോവാണ്. ഇതേ സമയം സുഭാഷിനെ നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുഭാഷ് ചിരിച്ചുല്ലസിച്ച് വരെയാണ്. അപ്പം സുധീഷ് പറഞ്ഞു, നിധി ആളിതേ വരുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണോ ആണെന്നാ തോന്നണേ, ഇനിയിപ്പോ മദ്യപിച്ചിട്ടുണ്ടാകുമോ? അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, സുധീഷ് ചേട്ടാ ഒന്നും മിണ്ടായിരിക്കോ, സുഭാഷ് ചേട്ടാ മദ്യപിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ ഈ വിവാഹ നിശ്ചയം നടക്കാത്തതിന്റെ പേരിലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇല്ല എന്തോ ഒരു പന്തികേടുണ്ട് എന്നിങ്ങനെ നികേഷും പറഞ്ഞു. അങ്ങനെ സുഭാഷ് വന്നിട്ട് പറഞ്ഞു, ഓ ഭയങ്കര വിശപ്പ്, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ മോളെ? ഇല്ല, സുഭാഷ് ഏട്ടൻ വരുന്നേ നോക്കി ഞങ്ങൾ ഇരിക്കായിരുന്നു എന്ന് നിധി പറഞ്ഞു. എന്നെ നോക്കിയിരുന്നോ? നിങ്ങൾക്ക് കഴിച്ചാ പോരായിരുന്നോ? ഭക്ഷണം വാങ്ങി വെച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ നിങ്ങളുടെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇരുന്നാ പോരായിരുന്നോ മോളെ? ഇല്ല, സുഭാഷ് ഏട്ടൻ പോയിട്ട് ഇത്രയും നേരമായില്ലേ. അപ്പോഴേക്ക് സുധി ചോദിച്ചു, സുഭാഷ് ഏട്ടൻ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എന്തോരം നേരമായി നോക്കിയിരിക്കണോ? ഇനിയിപ്പൊ ഈ വിവാഹ നിശ്ചയം നടക്കാത്തതിന്റെ പേരിൽ ഇനി എങ്ങാനും നാട് വിട്ടോന്ന് വിചാരിച്ചു. പിന്നെ നാട് വിടാൻ പോണു. സുധീഷ് ചിരിച്ചോണ്ട്
ചോദിച്ചതാണ്. അപ്പൊ സുഭാഷൻ ചിരിച്ചോണ്ട് എന്നെ മറുപടി പറയാണ്. എന്റെ സുഭാഷ് നമ്മുടെ നിധിയോട് പറഞ്ഞു, മോളെ ഭക്ഷണം എടുത്തു വെക്ക്, നമുക്ക് എല്ലാവർക്കും കഴിക്കാം, ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം വരാന്ന് പറയണം കേട്ടോ. അങ്ങനെ നിധി ചിരിച്ചോണ്ട് ആയിക്കോട്ടെ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷിനെയും കൂടെ കൂട്ടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, നിധി നീ ശ്രദ്ധിച്ചായിരുന്നോ, സുഭാഷ് ഏട്ടന് ഭയങ്കര ചിരിയൊക്കെയാണല്ലോ, അപ്പൊ നിശ്ചയം നടക്കാത്തതിൽ സങ്കടമൊന്നുമില്ലേ, എന്നാലും പതിവില്ലാത്തൊരു ചിരി. ഈ സമയം നമ്മുടെ സുഭാഷിന്റെ മനസ്സ് മൊത്തം ചാന്ദിനിയാണ്. ചാന്ദിനിയെ കുറിച്ചുള്ള ഓർമ്മകൾ, ചാന്ദിനി വീട്ടിൽ വന്ന് നിന്നതും കുടുംബക്ഷേത്രത്തിൽ പോയതും അവര് തമ്മിൽ കുറെ നേരമൊക്കെ സംസാരിച്ചിരുന്നതും ഹിന്ദി പഠിക്കാനായിട്ട് ചാന്ദിനിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതും, അത് മാത്രമല്ല ആദ്യമായിട്ട് ചാന്ദിനിയെ കണ്ടത് അവിനാശിന്റെ പെങ്ങളാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തതൊക്കെ സുഭാഷ് ആലോചിക്കുന്നേ കേട്ടോ. അങ്ങനെ സുഭാഷും വന്നിരുന്ന എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ എന്തിനാ എന്നെ കാത്തിരുന്നത്, നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, ഈ നിശ്ചയം നടക്കാത്തതിന്റെ സങ്കടം സുഭാഷേട്ടനുണ്ടോ? ഏയ് എനിക്കെന്ത് സങ്കടം, അല്ല ഞങ്ങൾ ചോദിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഹരീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ എടുത്തിയാടി ഇതുപോലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ, എല്ലാം ആലോചിച്ചിട്ട് പതിയെ സാവകാശം ഒരു കല്യാണം നടന്നാൽ മതി, ഇവിടെ ആർക്കാ ഇത്ര ധൃതി. അപ്പോഴേക്കും സുഭാഷ് വേറൊരു ലോകത്താണ്, ചിരിക്കുകയാണങ്ങ്. അപ്പൊ ഇവരെല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ, ഈ സുഭാഷേട്ടന് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും പോയി കിടന്നു കേട്ടോ. ഈ സമയം നമ്മുടെ നീതു ഹരീഷിനെ ഒന്ന് രണ്ട് കോളും വിളിച്ചു. ഹരീഷ് ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല, വീണ്ടും നിന്ന് വിളിക്കുകയാണ്. നീതുവിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു. കാരണം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ. അങ്ങനെ ഹരീഷ് കോൾ എടുക്കുകയാണ്. എന്താ, അതെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, ഒന്ന് സംസാരിക്കാനാണ് വിളിക്കണത്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്, അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ഹരീഷ് തിരിച്ചു ചോദിച്ചു. അപ്പോഴേക്കും നീതു പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ വരുമ്പോൾ പറഞ്ഞാൽ പോരെ, അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണോ എന്നെ വഴക്ക് പറയണത്, എനിക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, എന്റെ സുഭാഷ് ഏട്ടന്റെ ജീവിത, നീ കാരണം സുഭാഷ് ഏട്ടൻ ഇതിൽ കൊണ്ട് തല വെച്ച് കൊടുത്തത്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലെങ്ങാനും നടന്നു പോയി എന്റെ സുഭാഷ് ഏട്ടന്റെ ജീവിതം എന്തായിരുന്നു, നീ അത് ചിന്തിച്ചോ, നിനക്ക് നിന്റെ കാര്യം മാത്രം. അതെ. അപ്പൊ നീതു പറഞ്ഞു, ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്ത്, എനിക്ക് ഹരീഷ് എന്തിനാ എന്റെ കൂടെ കിടന്ന് ഇങ്ങനെ ചൂടാവണേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പൊ ഹരീഷ് പറഞ്ഞതേ, നീതു എനിക്കിപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല, നീ ഫോൺ വെക്ക്, പിന്നീട് സംസാരിക്കാം, എനിക്കിപ്പൊ സംസാരിക്കണം. നീതു പറഞ്ഞു, നീ എന്നാ സംസാരിക്കുക. ഹരീഷ് കോളങ്ങ് കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. നീതുവിനും വല്ലാത്തൊരു മുഖത്തടി കിട്ടി എനിക്ക് ആയിപ്പോയി. കാരണം ഇത്ര ദേഷ്യം, എവൻ എന്താ ഇങ്ങനെ, ഇവന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഉള്ള ചിന്തകളോടുകൂടി നീതു കരയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സുഭാഷ് നേരെ ഉമ്മറത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഭാസ്കരൻ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി ഒരു ഇച്ചിരി മദ്യമൊക്കെ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ സുഭാഷ് അവിടെ പോയി ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുഭാഷ് പറയും, അച്ഛാ ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാവോ. അപ്പം ഭാസ്കരൻ ഒന്ന് കുറച്ചു. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഭക്ഷണം കഴിച്ചോ, ഇത് ചോദിക്കാനാണോ നീ പാട്ടിന്റെ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞത്, ഞാൻ കഴിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ചെന്ന് ഭാസ്കരന്റെ ഭക്ഷണം എടുത്തുകൊണ്ടൊന്നും കൊടുക്കുകയാണ്. ഇതെന്താടാ ടച്ചിങ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ രണ്ട് മൂന്ന് ഡയലോഗ് അടിക്കുകയാണ്. സുഭാഷ് അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ചാന്ദിനിയെ കുറിച്ചുള്ള ഓർമ്മകളാണ്. എന്നാലും അഭിനാഷ് എന്നോട് ചോദിച്ചല്ലോ, എനിക്ക് ചാന്ദിനിയെ പോലെയുള്ള ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ സുഭാഷിനെ വല്ലാണ്ട് സന്തോഷാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, അതെ നീ ഇവിടെ ഒന്നും അല്ലേ, ആ വിവാഹ നിശ്ചയം നടക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. എടാ ഇത് പോയാൽ ഇതിന്ന് നല്ല ഒരെണ്ണം നിന്നെ തേടി വരും, അതാ നിനക്കിത് മുടങ്ങിയത്. അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു, അത് ശരിയാ അച്ഛൻ പറഞ്ഞത്, എനിക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ആലോചന വരുമായിരിക്കും എന്ന് പറഞ്ഞു. നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ബാ ഇതൊന്ന് അടിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതൊന്നും കഴിക്കില്ലെന്ന് അച്ഛൻ അറിയില്ലേ, സുഭാഷ് പറഞ്ഞു. എടാ ഇത് അടിച്ചു കഴിഞ്ഞാലേ എല്ലാം മറന്ന് നല്ല സന്തോഷത്തോടെ കിടന്നങ്ങ് ഉറങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നുണ്ട്, ഇനിയിപ്പൊ ഇത് അടിച്ചു പോയി ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതെ ഇവിടെ ഇരുന്ന് അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞാൻ പോയി കിടക്കാൻ പോവാ. അങ്ങനെ സുഭാഷ് നേരെ പോയി കിടക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സുധീഷും നികേഷും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുഭാഷിനെ. എന്തായിരിക്കും സുഭാഷ് ഏട്ടന് ഇത്ര ചിരി സന്തോഷം, ഒരു നിശ്ചയം മുടങ്ങിയതിന്റെ ഒരു സങ്കടം പോലും ഈ സുഭാഷ് ഏട്ടന് ഇല്ലല്ലോ, ഇതെന്ത് പറ്റി. അങ്ങനെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാൻ കേട്ടോ. അപ്പോഴും സുഭാഷ് ഇങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കുന്നു ചാന്ദിനിയെ കുറിച്ചുള്ള ഓർമ്മകള്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പൊ നികേഷ് പറയുന്നുണ്ട്, ഇതെന്തോ കുഴപ്പമുണ്ട് സുധീഷ് ഏട്ടാ. ഹരീഷും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഭാസ്കർ അവിടെ ഇരുന്നോണ്ട് പറയുന്നുണ്ട്, എടാ
സുഭാഷേ, നിന്റെ അനിയന്മാരുടെ അടുത്ത് പറ, നിന്നെ ഒന്ന് കൊണ്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ. അതെ, നിനക്ക് എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ പാട്ടൊക്കെ പാടാ. അപ്പൊ ഹരീഷും പറയുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ട് ഈ ഒരു മാറ്റം. അങ്ങനെ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ സുഭാഷിന്റെയും ചാന്ദിനിയുടെയും വിവാഹമൊക്കെ ഉടനെ നടക്കുവോ, എല്ലാരും സമ്മതിക്കോ, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. എന്തായാലും നമ്മുടെ സുഭാഷിന് പറ്റിയ ഒരു പെൺകുട്ടി തന്നെയാണ് ചാന്ദിനി. നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള ഒരു കുട്ടി, ഒരു കുടുംബത്ത് വരാൻ പറ്റിയ ഒരു പെൺകുട്ടി തന്നെ. പക്ഷെ ഹരീഷിന്റെ കാര്യത്തിൽ ഇങ്ങനെ പോവേണമെങ്കിൽ നീതുവിന്റെ ഇത് എന്തായി തീരും അറിയില്ല. എന്തിനും ഏതിനും വഴക്ക്. പിന്നെ നീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതുവിന്റെ സ്വന്തം കാര്യം മാത്രം. അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, കൂടപ്പിറപ്പ് ആയിക്കോട്ടെ, അവരെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ആ ഒരു ക്യാരക്ടറാണ് നീതുവിന്റെ. ഒരിക്കലും ഹരീഷിന് ചേർന്ന ഒരു ക്യാരക്ടർ അല്ല നീതു എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമായിട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യാം. ഇന്ന് രാവിലെ തന്നെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ വിശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.